വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th ജാനുവരി 2023 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വി വുഡ് ഡാഷ് ടു ട്രാവൽ ബൈ ട്രെയിൻ റാദർ ദാൻ ബസ് ഡ്യൂ ടു ദ പുവർ റോഡ് കണ്ടീഷൻസ് ഇൻ ദ വില്ലേജ്. അപ്പോൾ റോഡിൻ്റെ പുവർ കണ്ടീഷൻ കാരണം നമുക്ക് ട്രെയിനിന് പോകുന്നതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേർഡ് വരുന്നത് ഓപ്ഷൻ എ പ്രിഫർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ പ്രിഫർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതിന് മാറ്റിയിട്ട് അതിന് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ദ പാർട്ടിസിപ്പൻസ് ആർ റിഹേഴ്സ് ദർ റോൾസ്. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസിൻ്റെ മീനിങ് ശരിക്കും വരുന്നത് പാർട്ടിസിപ്പൻസ് അവരുടെ റോള് റിഹേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആയതുകൊണ്ട് അവിടെ ING ഫോമാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആർ റിഹേഴ്സിംഗ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the option with the correct spelling to replace the underlined word in the given sentence. അപ്പോൾ നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിമും പിന്നെ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷീ ഹിറ്റ് ഹിം ഇൻ എ മൊമെൻറ്റ് ഓഫ് അബോമിനേഷൻ. അബോമിനേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻ ആങ്കർ അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ് ഫ്രം നോർമലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേർഡ് വരുന്നത് എബറേഷൻ എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ABERRATION അതാണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ് ആങ്ഷ്യസ് ആണ്. ആങ്ഷ്യസിൻ്റെ മീനിങ് വരുന്നത് ആകാംക്ഷ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആകാംക്ഷ ഇല്ലാത്തതല്ലേ. അപ്പോൾ നമ്മുടെ വേർഡ് വരേണ്ടത് ഓപ്ഷൻ ബി അൺകൺസേൺഡ് ആണ്. കൺസിഡറേറ്റ് സ്റ്റെൽത്തി എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് എന്നുള്ളതാണ് വരുന്നത്. ഹോട്ടി എന്ന് പറയുമ്പോൾ അഹങ്കാരി അല്ലെങ്കിൽ എറോഗൻ്റ് ആണ് വേർഡ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള 4 സെൻറ്റൻസിൽ ഒരു വേർഡ് നമുക്ക് റോങ് സ്പെല്ലിംഗ് ആണ് തന്നിട്ടുള്ളത്. അതിലേതാണ് കറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതിലാണ് കോളിഫ്ലവർ എന്നുള്ള വേർഡ് കറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് CAULIFLOWER. ബാക്കി എല്ലാത്തിൻ്റെയും വേർഡ്സ് കറക്റ്റാണ്. കോളിഫ്ലവർ എന്നുള്ള വേർഡാണ് നമുക്ക് സ്പെല്ലിങ് തെറ്റിച്ച് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ സിനോണിം, അതായത് സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മ്യൂസിക് ഈസ് എ തെറാപ്പി ഫോർ എവ്രി വൺ, plants, birds, animals and human beings to flourish and rejuvenate. Rejuvenate എന്ന് പറയുമ്പോൾ പുനർജീവൻ കിട്ടുക അല്ലെങ്കിൽ എനർജി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സിനോണിം വരുന്നത് ഓപ്ഷൻ സി റിഫ്രഷൻ ആണ്. ഓപ്ഷൻ എ മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ തന്നെ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. പ്രോസ്പർ എന്ന് പറയുമ്പോൾ വൃദ്ധി എന്നുള്ളതാണ്, അഭിവൃദ്ധി, അതാണ് മീനിങ് വരുന്നത്. ഫോർട്ടിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്പെടുത്തുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആഫ്റ്റർ വൺസ് ഓൺ ഹാർട്ട്. ഒരാളുടെ പോലെ തന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവുക, അതിനെയാണ് ആഫ്റ്റർ വൺസ് ഓൺ ഹാർട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹാവിങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് സിമിലർ ടു വൺസ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എറർ സ്പോട്ടിംഗ് ആണ്. നമുക്കൊരു സെൻറ്റൻസ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലെ ഏത് പാർട്ടിലാണ് എറർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർ സോൾജേഴ്സ് ഹാവ് ബീൻ മേക്കിംഗ് എ ക്ലീൻ സ്വീപ്പ് ഓഫ് ദ ഷീപ്പ് ആൻഡ് പൗൾട്രി ഓൺ ദ റൂട്ട്. അപ്പോൾ അവർ സോൾജേഴ്സ് പോകുന്ന ആ റൂട്ടിലെ ഷീപ്പിനെയും പൗൾട്രീനെയും ഒക്കെ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്. അതുകൊണ്ട് ഹാവ് ബീയിങ് അല്ല വരേണ്ടത്. ബീയിങ് വരുന്നത് ING ഫോം കണ്ടിന്യൂസ് വരുമ്പോഴാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റഡ് വർക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ എറർ വരുന്നത് ഫസ്റ്റ് പാർട്ടിലാണ്. അത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അവർ സോൾജേഴ്സ് ഹാവ് ബീയിങ് അല്ല, ഹാവ് ബീൻ ആണ് വരേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള ആ വേർഡിൻ്റെ ആൻറ്റോണിം, അതായത് ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയേർഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ സി, റീസണബിൾ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡാഷ് മെൻ കമാൻഡ് റെസ്പെക്റ്റ്. അപ്പോൾ ചില പ്രത്യേക തരം ആൾക്കാർ അവർ ബഹുമാനം പിടിച്ചു വാങ്ങും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേർഡ് വരുന്നത് ഹോളി, HOLY, സേക്രഡ് എന്നുള്ളതാണ് വരുന്നത്. അതിലെ സെക്കൻഡ് വേർഡ് ഹോളി എന്ന് പറയുമ്പോൾ വിച്ച് കണ്ടെയ്ൻസ് ഹോൾസ് എന്നുള്ളതാണ്, ഓട്ടയുള്ളത് എന്നുള്ളതാണ് വരുന്നത്. HOLLY ഓപ്ഷൻ സിയിൽ വരുന്നത് അതൊരു എവർഗ്രീൻ ഷ്രബാണ്. ഓപ്ഷൻ ഡി ഹോളി എന്ന് പറയുമ്പോൾ ഫുള്ളി എന്നുള്ളതാണ്. അപ്പോൾ ഈ വേർഡ് പ്രൊനൗൺസിയേഷൻ സെയിം ആണെങ്കിലും മീനിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ് സംഷ്യസ് ആണ്. സംഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലാവിഷ് ആണ്. മാമോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സൈസ് എന്നുള്ളതാണ് വരുന്നത്. ഹംബിൾ എളിമയുള്ളതും മിനിസ്ക്യൂള് ചെറുത് എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡിന് പറ്റിയൊരു ഇഡിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൺസ് ഇൻ എ ഇയർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേസ് ദ ഹോൾ സിറ്റുവേഷൻ. അപ്പോൾ സർവേ എന്നുള്ള പറയുമ്പോൾ വിലയിരുത്തുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടേക്ക് സ്റ്റോക്ക് ഓഫ് എന്നുള്ളതാണ്. പെർപ്ലെക്സ് വിത്ത് എന്ന് പറയുമ്പോൾ ടു ബി കൺഫ്യൂസ്ഡ് ആണ് വരുന്നത്. മേക്ക് എ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കം ടു ദ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ എ, ടേക്ക് സ്റ്റോക്ക് ഓഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 ബ്ലാങ്ക് വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് വേർഡ്സ് നമുക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. മൈ കസിൻ ലൈക്സ് ഡാഷ് റൂട്ട് ആൻഡ് ഡാഷ് അറൗണ്ട് ദ ബുഷ് ഇസ് വൺ ഓഫ് ദ ഇഡിയംസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബ്ലാങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീട്രൂട്ട് എന്നുള്ള വെജിറ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വേർഡ് വരുന്നത് BEET ആണ്. പിന്നെ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നോട്ട് കം ടു ദ പോയിൻ്റ് ആണ് ഇഡിയമിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബീറ്റ് എന്നുള്ള വരുന്നത് BEAT ആണ്, അതായത് അടിക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോണിം ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഹോമോണിംസ് നിന്ന് കറക്റ്റ് വേർഡ് നമുക്ക് ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഹി കൺഫെസ്ഡ് അബൌട്ട് ഹിസ് അഫയേഴ്സ് ആസ് ദ ഡാഷ് മെയ്ഡ് ഹിം സ്ലീപ്ലെസ്. അപ്പോൾ അവിടെ വേർഡ് വരേണ്ടത് കുറ്റബോധം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, GUILT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ വേർഡിന് അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്, റീപ്ലേസ് ചെയ്യാണ് വേണ്ടത്. The students were boring by the lecture delivered on environmental issues. Students were boring എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ബോറിംഗ് ആയിരുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അവിടെ ശരിക്കും യൂസേജ് വരേണ്ടത് സ്റ്റുഡൻസിന് ബോർ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദ സ്റ്റുഡൻസ് were bored. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. ആ പാസേജിൽ കുറേ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ആ ബ്ലാങ്ക്സിലേക്ക് കറക്റ്റ് വേർഡ്സ് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ചിൽഡ്രൻ എസ്പെഷ്യലി ഡാഷ് അവോയ്ഡ് സച്ച് ഫുഡ്സ് ഓർ ട്രൈ ടു റെഡ്യൂസ് ഇൻടേക്ക്. അപ്പോൾ അവിടെ എന്തായാലും ഒഴിവാക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി, ഷുഡ് ആണ്. നെക്സ്റ്റ് വൺ, ഈറ്റ് ഹെൽത്തി ഫുഡ് ഫോർ ഡാഷ് ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിയായതെന്നുള്ളതിൻ്റെ കറക്റ്റ് വേർഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രോപ്പർ ആണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ, സ്കൂൾസ് ക്യാൻ ഡാഷ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ബീയിങ് സോൾഡ് ഇൻ ദ ക്യാൻറ്റീൻസ്. അപ്പോൾ
സ്കൂള് അത് നിരീക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ വേർഡ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേർഡ് വരുന്നത് മോണിറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, സ്കൂൾസ് ക്യാൻ ഡാഷ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ബീങ് സോൾഡ് ഇൻ ദ ക്യാൻറ്റീൻസ്. അപ്പോൾ ക്യാൻറ്റീൻസിൽ കൊടുക്കുന്ന ഫുഡ് സ്കൂൾസ് കറക്റ്റായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മോണിറ്റർ. നെക്സ്റ്റ് വൺ, ആൻഡ് ഓൾസോ എൻഷുർ ദാറ്റ് ദ ചിൽഡ്രൻ ബ്രിങ് ഹോൾസം ന്യൂട്രീഷ്യസ് ഫുഡ് ഡാഷ് ഹോം. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഫ്രം ആണ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് ടു ചെക്ക് ദ കാലറീസ് കണ്ടൻറ്റ് ആൻഡ് ഫുഡ് വാല്യൂ ഓഫ് ഫുഡ് സെർവ്ഡ് ഇൻ ദ ക്യാൻറ്റീൻസ് ആൻഡ് സെറ്റിംഗ് ഡെഫിനിറ്റ് ടിഫിൻ പാറ്റേൺസ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്രത്യേക ഒരു സ്പെഷ്യലിസ്റ്റിനെ വെക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ഡയറ്റീഷ്യനാണ് നമുക്ക് ആൻസർ വരേണ്ടത്. കാരണം ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ മെഷീൻസിൻ്റെ കാര്യം നോക്കുന്ന ആളാണ്. പീഡിയാട്രീഷ്യൻ ചിൽഡ്രൻ അവരുടെ ഡിസീസ് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ പീഡിയാട്രീഷ്യൻ പറയുന്നത്. ഒപ്റ്റീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്ലാസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഒപ്റ്റീഷ്യൻ പറയുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ ഡയറ്റീഷ്യനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.